മലപ്പുറത്തുള്ള ആളുകൾ ബിസിനസ് ചെയ്യാറുണ്ട്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ ആഴ്ചകളിലും മീറ്റിങ്ങിന് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൺസേൺസ്, പിന്നെ ഇത്രയും നമുക്ക് BNAയുടെ ഡിസിപ്ലിൻ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ബി-ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ വിശിഷ്ട അതിഥിയാണ് നമ്മളെ കൂടെയുള്ളത്. BNI എല്ലാവർക്കും അറിയാം, ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. അതിൻ്റെ സാരഥി, മലപ്പുറം ജില്ലയുടെ മലപ്പുറം റീജിയന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ ദീപേഷ് നായരാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. ദീപേഷ്, വെൽക്കം ടു ബി-ടോക്ക്. താങ്ക് യു സോ മച്ച്. BNIയുടെ മലപ്പുറത്തിൻ്റെ ഒരു ചരിത്രമാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഒരു ചരിത്രം സൃഷ്ടിച്ചൊരു നിമിഷത്തിലാണ് അങ്ങും ഞാനുള്ളത്. 1000 മെമ്പേഴ്സ്, BNI മെമ്പേഴ്സ്, അത് മലപ്പുറം ജില്ലയിൽ ഒരു BNI സാധ്യമാവുമോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു നാട്ടിൽ 4 വർഷം കൊണ്ട് 4.5 വർഷം കൊണ്ട് 1000 മെമ്പേഴ്സ് വളരെ സജീവമായിട്ട് BNIയുടെ ഭാഗമായിട്ട് ഉണ്ട്. ഇതിൽ നിങ്ങൾ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, ഈ ഒരു BNI എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ്, കാരണം BNI എന്ന് പറയുന്നതിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ റഫറൽ സിസ്റ്റമാണ്, റഫറൽ നെറ്റ്വർക്കിംഗ് ആണ്. അത് ലൈഫിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം, കാരണം BNIയുടെ വാല്യൂസ് ഒക്കെ ഓരോ മനുഷ്യരുടെയും ലൈഫിൽ ഇംപിൾഡ് ആയിട്ടുള്ള സംഭവമാണല്ലോ. ഈ റഫറൽ എന്നുള്ള ഈ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, എൻ്റെ BNI ജേണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ BNI ഞാൻ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരി. അത് വാട്ടർ സെഗ്മെന്റിൽ ഓൾ കേരള ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ഥാപനങ്ങൾ നടത്തി വരുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ BNIയിലേക്ക് എത്തിപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അതിനു മുമ്പുള്ള ഒരു ദീപേഷ് എന്ന് പറയുന്നത് എൻ്റെ 18ാമത്തെ വയസ്സിൽ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത്. അതെ, 18 വയസ്സിൽ. അതെ, ഞാൻ SCRBT ഗവൺമെന്റ് കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഒരു രസകരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻഷുറൻസ് സെക്ടറിലേക്ക് വരുന്നത്. 18ാമത്തെ വയസ്സിൽ ഇൻഷുറൻസ് സെക്ടറിലേക്ക് വന്നു. അതെ, LICയിൽ കൊയിലാണ്ടി ബ്രാഞ്ചിലാണ് എന്റെ ജീവിതം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ലൈഫ് കരിയർ എല്ലാം. അതെ, ഒരു പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. സത്യത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ഒരു കാലഘട്ടമാണ് ശരിക്കും അന്ന് ഒരു പക്ഷേ റെഫറൽ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഒന്നും നമുക്കറിയില്ല. പക്ഷേ റിലേഷൻഷിപ്പിന്റെ ഡെപ്തിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തന്നൊരു കാലഘട്ടമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും അന്ന് എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസ് സെക്ടറിൽ MDRT അടക്കമുള്ള അച്ചീവ്മെന്റ് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സാധിച്ചത് അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് നല്ല ബന്ധങ്ങളിലൂടെയാണ്. ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ഒരു സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന BNIയിലൂടെ കാണുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിന്റെ, റെഫറൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിന്റെ ഒരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഒരു റെഫറൽ നെറ്റ്വർക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം. ആക്ച്വലി അന്നത്തെ ആ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട്, പരസ്പരം എല്ലാവരും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അന്ന് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ MDRT പോലെയുള്ള അച്ചീവ്മെന്റ് ഒക്കെ, MDRT എന്ന് പറയുന്നത് ഇൻഷുറൻസ് സെക്ടറിലെ ആളുകൾക്ക് വളരെ ഫെമിലിയർ ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ഏകദേശം 2008-2007 കാലഘട്ടങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് അതിന് സഹായിച്ചിട്ടുള്ളത് ഒരുപാട് നല്ല മനസ്കരായിട്ടുള്ള ഒരുപാട് ആളുകളാണ്. സത്യത്തിൽ അന്നത്തെ ആ ഒരു സഹായം, അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ശരിക്ക് വളർന്നു വരുന്നതും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ, ഇന്ന് BNIയുടെ ഒരു കോർ ഫിലോസഫി എന്ന് പറയുന്നത് ഗിവേഴ്സ് ഗെയിൻ എന്നുള്ളതാണ്, കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു മനസ്കത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടം നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു പക്ഷെ റെഫറൻസ് തന്നെ ആവാം, അല്ലെ? പലപ്പോഴും പല ആളുകളെയും നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അതാണ് ഒരു സപ്പോർട്ടിന്റെ ഒരു വലിയ ഒരു പാർട്ട് എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ കൃത്യമായിട്ട് BNIയിൽ നിൽക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അന്ന് ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാനും പരസ്പരം റെഫർ ചെയ്യാനും, അന്ന് റെഫറൻസ് എന്നുള്ള ഒരു ടെർമിനോളജി നമുക്കറിയില്ല. പക്ഷേ അതിനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട്. അത് എന്തിനായിരുന്നു കാണിച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അവര് നമ്മളോടുള്ള ഒരു ബന്ധം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ അത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവരും മനസ്സിലുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യമാണ്. ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യമാണ്. അതിന്റെ ഒരു പ്രൊഫഷണൽ വേ ആണ് BNI എന്നുള്ളതാണ്. ഞാൻ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് തുടങ്ങിയത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം BNI എന്നുള്ള ടേംസ് ഒരുപക്ഷെ ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് BNIയുടെ ഉള്ളിൽ വരാത്ത
അടുത്തോളം കാലം ഈ BNI എന്താണ് എന്നുള്ളത് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ ഇതാണ് BNIയുടെ കോർ വാല്യൂ എന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ദീപേഷ് നായരുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റെഫറൻസുകളിലൂടെ തന്നെയായിരുന്നു. ജീവിതത്തെ ഈ രീതിയിൽ കാണുന്ന ഒരു സക്സസ് ആഗ്രഹിക്കുന്ന, ഒരു ജീവിതത്തിൽ വിജയം കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരുപാട് റെഫറൻസുകൾ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് റെഫറൻസുകളിലൂടെയാണ് അവർ വളർന്നിട്ടുണ്ടാവുക, അവരവരുടെ അച്ചീവ്മെന്റ്സിൽ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിനെ സിസ്റ്റമാറ്റിക്കും അതേപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ടും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് BNI മനസ്സിലായിട്ടുള്ളത്. അത് ആളുകളിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തുടങ്ങിയത്. നമ്മളറിയാം, ഇന്ന് BNI മലപ്പുറം റീജിയൻ എന്നുള്ളത് 1000 സൂപ്പർ മെമ്പേഴ്സിന്റെ, ആക്റ്റീവ് മെമ്പേഴ്സിന്റെ നിറസാന്നിധ്യത്തോടു കൂടി സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ദിവേഷിയും ഞാനൊക്കെ. അപ്പം ഇന്നലെ നമുക്കതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം BNI എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ടാക്കിയ റെവല്യൂഷനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് BNIയിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് അറിയാം. അത്തരത്തിലുള്ള റെവല്യൂഷൻ കൊണ്ടുവരാൻ കാരണം BNI എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ ഇവിടെ മലപ്പുറത്തിന് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അത് ദീപേഷ് നായരാണ് അത് ചെയ്തത്. അപ്പൊ ഈ രീതിയിൽ BNI ഒരു ദിവസം കൊണ്ട് വളർന്നതല്ല. 4 വർഷത്തെ നിങ്ങളുടെ നല്ല എഫേർട്ട് അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. മലപ്പുറം പോലെയുള്ള വളരെ സപ്പോർട്ടീവായ ഒരു സ്ഥലമായതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ എന്നാലും ഇത് ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതിനിടയ്ക്ക് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സക്സസ് പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ഇപ്പം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സക്സസ് പോയിന്റ് ആയിട്ട് തോന്നിയ, ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചത് സംഭവിച്ചതായിട്ട് തോന്നിയ ആ ഒരു നിമിഷം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അത്? മലപ്പുറത്തിന്റെ ഒരു സക്സസ് പോയിന്റ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യമായിട്ട് പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ മലപ്പുറത്ത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BNI മലപ്പുറത്തിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അഭിപ്രായം ചോദിക്കും. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് നമ്മൾ പല സമയത്തും നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ആളെ അടുത്താണോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ ആദ്യം എനിക്ക് എൻ്റെ ഒരു പഴയകാല സുഹൃത്തിനടുത്ത് ഞാൻ ഇവിടെ BNI സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് മലപ്പുറത്തൊക്കെ അത് നടക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ആ ചോദ്യം എനിക്ക് ഒരു വല്ലാതെ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? എന്നോട് പറഞ്ഞു, ഇതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയാണ് ഇതിന്റെ മീറ്റിങ്ങുകൾ വരിക, പ്രൊഫഷണൽ ആയിട്ടുള്ള മീറ്റിങ്ങുകളാണ്. മലപ്പുറത്തുള്ള ആളുകൾ ബിസിനസ് കുറെ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ ആഴ്ചകളിലും മീറ്റിങ്ങിന് വരൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൺസേൺസ്. പിന്നെ ഇത്രയും നമുക്ക് BNIയുടെ ഡിസിപ്ലിൻ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം കീ. പക്ഷേ സത്യത്തിൽ അത് തന്നെയായിരുന്നു BNIയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അന്ന് ഒരുപക്ഷെ ആ അഭിപ്രായം കേൾക്കാതെ നമ്മള് പിന്നെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമുക്ക് നിരവധി സക്സസ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ കൂടെ തുടങ്ങിയ പല റീജിയൻസിനേക്കാളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലുള്ള മറ്റു പല റീജിയൻസിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 1000 മെമ്പേഴ്സ് ടച്ച് ചെയ്യാനും ഏകദേശം 1400 കോടി രൂപയുടെ ബിസിനസ്സാണ് മലപ്പുറത്തിലെ മെമ്പേഴ്സ് മാത്രം ഇതുവരെ കൈമാറിയിട്ടുള്ളത്. അതിൽ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താങ്കളുള്ള ചാപ്റ്റർ BNI ഇൻസ്പയർ എന്ന് പറയുന്ന ചാപ്റ്റർ അത് മലപ്പുറം ടൗണിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷേ മലപ്പുറം ടൗണിൽ ഇതുപോലെ തന്നെ എനിക്ക് തുടക്കകാലത്ത് പറഞ്ഞു, നമുക്ക് മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ടൗണിനേക്കാളും സാധ്യത ഒരു പക്ഷേ മഞ്ചേരിക്കും കോട്ടയ്ക്കലിനും പെരിന്തൽമണ്ണയ്ക്കും ഒക്കെയാണ് എന്നുള്ള ഒരു കാര്യം. അപ്പൊ മലപ്പുറത്ത് അത്ര ബിസിനസ് പൊട്ടൻഷ്യൽ ഇല്ല. മലപ്പുറം കൂടുതൽ ഒരു എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഇനീഷ്യലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ BNI മലപ്പുറം സിറ്റി ബേസ് ചെയ്തിട്ട് 8ാമത് നമ്മൾ തുടങ്ങിയ ചാപ്റ്ററാണ് ഇൻസ്പയർ. പക്ഷെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സെഞ്ചുറിയൻ ആയിട്ടുള്ള ചാപ്റ്ററാണ്, 100 മെമ്പേഴ്സിന് തികച്ച ചാപ്റ്ററാണ് BNI ഇൻസ്പയർ ചാപ്റ്റർ. ഇന്ന് BNI മലപ്പുറം റീജിയനിലെ ഏറ്റവും മികച്ച ചാപ്റ്ററുകളിലൊന്നാണ് BNI ഇൻസ്പയർ ചാപ്റ്റർ. അപ്പൊ ഇത്തരത്തില് ഞാൻ ഇൻസ്പയറിലായതുകൊണ്ട് പറയുന്നതല്ലോ ഇൻസ്പയറിനെ പറ്റിയിട്ട്. ഇൻസ്പയർ ആ പേര് ശരിക്കും എനിക്കത് പ്രൗഡ് ഉണ്ട്. തീർച്ചയായിട്ടും ആ പേര് നമ്മൾ പല സമയത്തും അഭിമാനത്തോടെ പറയുന്ന കാര്യം തന്നെയാണ്. കാരണം ആ ഒരു പേര് തികച്ചും അന്വർത്ഥമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഇൻസ്പയർ അടങ്ങുന്ന 16 ചാപ്റ്ററുകൾ ഇവിടെ ഉണ്ട്. അതില് മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ചാപ്റ്റർ ഉണ്ട്. നമ്മള് BNI മലപ്പുറത്ത് നമ്മൾ ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. നമ്മൾ അഡ്മിറൽസ് എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ, കോട്ടക്കലിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചാപ്റ്ററിന്റെ പേര്. അത് പിന്നീട് ഇങ്ങനെ B ബെഞ്ച് മാർക്ക് അങ്ങനെ ഓരോ ആൽഫബറ്റിക് ഓർഡറിൽ ഓരോ ചാപ്റ്റർ ആയിട്ട് വരും. അപ്പൊ എല്ലാ ചാപ്റ്ററുകളും നമുക്ക് ഏവറേജ് ചാപ്റ്റർ സൈസ് എന്ന് പറയുന്നത് മലപ്പുറത്ത് 62 ആണ്. അത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എബോ ഏവറേജിലുള്ള
രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്കുള്ളത്. എല്ലാ ചാപ്റ്ററുകളിലും നമ്മുടെ റീജിയനിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആണ്. ഒട്ടുമിക്ക ചാപ്റ്ററിലും ഏറ്റവും നല്ല റീടെൻഷനും ഒരുപാട് ബിസിനസ്സുകളും $1 million ബിസിനസ് ചെയ്യുന്ന നിരവധി ചാപ്റ്റേഴ്സ് മലപ്പുറത്തുണ്ട്. അപ്പം എന്തുകൊണ്ടും BNA സംബന്ധിച്ചിടത്തോളം ഞാൻ BNA തുടങ്ങിയ കാലത്തുള്ള ഒരു സിറ്റുവേഷൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു നാഷണൽ മീറ്റിങ്ങിന് വേണ്ടി പോയ സമയത്ത് എൻ്റെ അടുത്ത് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, മലപ്പുറം എന്ന് പറയുന്ന സമയത്ത് കുറെ ആളുകൾ മറ്റ് പല പേരുകൾ സിമിലർ ആയിട്ടുള്ള പേരുകൾ മലപ്പുറമായിട്ട് കമ്പയർ ചെയ്ത് സ്ഥിരം പറയുന്ന ആളുകൾ നോർത്ത് എന്നൊക്കെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. മണപ്പുറമാണോ മലപ്പുറം അത് സെയിം സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ ഇന്ന് BNA മലപ്പുറത്തിന്റെ ഐഡന്റിറ്റി ഇന്ത്യയിൽ മാത്രമല്ല, അത് ലോകം മുഴുവൻ എത്തി. BNA സംബന്ധിച്ചിടത്തോളം മലപ്പുറം എന്ന് BNA ഇന്ത്യയിലെ അല്ലെങ്കിൽ BNA ഗ്ലോബലിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് റീജിയനായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ ശരിക്കും ഒരു ഗ്ലോബൽ പൊസിഷൻ പറയുകയാണെങ്കിൽ മലപ്പുറം എങ്ങനെ പറയാൻ പറ്റും? ഗ്ലോബൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഗ്ലോബലി നമ്മൾ ആദ്യത്തെ 10 റീജിയൻസ് എടുത്താൽ അതിലൊന്നും നമ്മളതായിരിക്കും. മലപ്പുറം എപ്പോഴും ഉണ്ട്. അത് ശരി, അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാ ആസ്പെക്ട്സിലും ഗ്രോത്തിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് Tier 3 Tier 4 സിറ്റീസിലൊക്കെയാണ് BNA മലപ്പുറത്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മെട്രോപൊളിറ്റൻ സിറ്റി ഒന്നല്ല. അപ്പൊ പല ആളുകളും അതൊരു കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മലപ്പുറത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. മലപ്പുറത്ത് ബിസിനസ് നടന്നില്ലെങ്കിൽ നമുക്ക് എവിടെയും ബിസിനസ് നടക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും സാധ്യതയുള്ള ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലഡിലുള്ള അതിനെ ഒരു വലിയൊരു ചാലക ശക്തിയായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കരുത്ത് പകരാൻ BNAക്ക് നല്ലപോലെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.